നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്പീച്ച് ഡിസോർഡറിനെ കുറിച്ചാണ്. മലയാളത്തിൽ അതിനെ സംസാര വൈകല്യം എന്ന് പറയും. ഈ സംസാര വൈകല്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമുണ്ട്: വാക്ക്. എങ്ങനെയാണ് ഒരു വാക്ക് രൂപപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ കൂട്ടിച്ചേർന്നാണ് വാക്ക് രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന്, ശബ്ദങ്ങളുടെ സ്ഥാന അവരോഹണ ക്രമങ്ങൾ ഒരു വാക്ക് രൂപപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ വിവിധ മാനങ്ങളെ കുറിച്ചാണ്. 4 മാനങ്ങളാണ് ഒരു വ്യക്തിയുടെ സംസാരത്തിനുള്ളത്. 1 ശബ്ദം, 2 ഉച്ചാരണം, 3 പ്രതിധ്വനി അല്ലെങ്കിൽ മാറ്റൊലി, 4 വാക്ചാതുര്യം അഥവാ ഒഴുക്ക്. ഒരിക്കൽ കൂടി ഞാൻ പറയാം: ശബ്ദം, ഉച്ചാരണം, പ്രതിധ്വനി അഥവാ മാറ്റൊലി, ഒഴുക്ക് അല്ലെങ്കിൽ വാക്ചാതുര്യം. ഒരു വ്യക്തിയുടെ ശബ്ദത്തിൻ്റെ സ്ഥാന അവരോഹണ ക്രമങ്ങൾ അയാളുടെ സംസാരത്തെ ഒരുപാട് ബാധിക്കുന്നു. ഒപ്പം തന്നെ ശബ്ദത്തിൻ്റെ ആഴം, അളവ്, അത് കൃത്യമായ രീതിയിലുള്ള ഉച്ചാരണം, കൃത്യമായ സമയത്തും കൃത്യമായ താളത്തിലുമുള്ള ഉപയോഗങ്ങൾ ഒരാളുടെ സംസാരത്തിന് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് മാറ്റൊലി. ഒരു ശബ്ദത്തിൻ്റെ മുഴക്കം, അത് സംസാരത്തിൻ്റെ ആ ഭംഗിയെ അല്ലെങ്കിൽ മനോഹാരിതയെ വർദ്ധിപ്പിക്കുന്നു. അവസാനമായിട്ട് ശബ്ദത്തിൻ്റെ ഒഴുക്ക്, വാക്ചാതുര്യം, മനോഹരമായ സംസാരമായിട്ട് നമ്മുടെ വാക്കുകളെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ ഒരാളുടെ സംസാര വൈകല്യത്തിന് ഈ സംസാരത്തിൻ്റെ 4 മാനങ്ങളും കൃത്യമായിട്ട് രൂപപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തെ വൈകൃതമാക്കും. അങ്ങനെയെങ്കിൽ സംസാര വൈകല്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 1, ജീവശാസ്ത്രപരമായ കാരണങ്ങൾ. 2, പരിസ്ഥിതി സംബന്ധമായ കാരണങ്ങൾ. ജീവശാസ്ത്രപരമായ കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ശാരീരിക ക്ഷമത കുറവ് ഒരാളുടെ സംസാരത്തെ സാരമായിട്ട് ബാധിക്കാം. 2, ഭാവാത്മകമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു മനുഷ്യന്റെ മനോവികാരങ്ങൾ അവന്റെ സംസാരത്തെ ബാധിക്കുന്നു. 3, മസ്തിഷ്കത്തെ ബാധിച്ചിരിക്കുന്ന ചില മുറിവ്, ക്ഷതങ്ങൾ, രോഗങ്ങൾ അവന്റെ സംസാരത്തെ സാരമായിട്ട് ബാധിക്കുന്നു. 4, ജീവശാസ്ത്രപരമായ കാരണങ്ങൾ നമ്മൾ കാണുന്നത് പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ ഒരു വ്യക്തിയുടെ സംസാര രൂപീകരണത്തെ ബാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പരിസ്ഥിതി സംബന്ധമായ കാരണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ പോഷക ആഹാരക്കുറവ്, മാൽ ന്യൂട്രീഷൻ, ഇത് സംസാരത്തെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്.
അതുമല്ലെങ്കിൽ അവനെ ആരെങ്കിലും അവഗണിച്ചു, ദുരുപയോഗിച്ചു, ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒരാളുടെ സംസാരത്തെ ബാധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. സംസാര ശക്തിയുടെ 4 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ സംസാര ശക്തിക്ക് 4 കാരണങ്ങളുണ്ട്. 1, ശ്വസനേന്ദ്രിയങ്ങൾ. 2, ശബ്ദോൽപാദനം. 3, മുഴക്കം. 4, ഉച്ചാരണം. ഒരിക്കൽ കൂടി പറയാം. ഒരു വ്യക്തിയുടെ ശ്വസനേന്ദ്രിയങ്ങൾ. 2, ശബ്ദോൽപാദനം. 3, മുഴക്കം. 4, ഉച്ചാരണം. ഒരു വ്യക്തിയുടെ വാക്ക് രൂപപ്പെടുന്നതിൽ, ഒരു വ്യക്തിയുടെ സംസാരം വളരെ മനോഹരമായി തീരുന്നതിൽ അവൻ്റെ ശ്വസനേന്ദ്രിയങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ആസ്മ ബാധിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ട്. കാരണം അത് അവരുടെ ശ്വസനേന്ദ്രിയങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു. അടുത്തതായി ഒരു കാരണം നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയുടെ ശബ്ദോൽപാദനം. അവൻ്റെ ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെ ശക്തിയും അതിൻ്റെ ക്രമവും അവൻ്റെ ഉൽപാദനത്തെ ഒരുപാട് ബാധിച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നു ഒരു ശബ്ദത്തിൻ്റെ മുഴക്കം, അതുപോലെ തന്നെ ആ ശബ്ദത്തിൻ്റെ ഉച്ചാരണം. ഇതൊക്കെ ഈ ശബ്ദത്തിൻ്റെ ശക്തിയെ ഒരുപാട് ബാധിക്കുകയും അത് ഒരു വ്യക്തിയുടെ സംസാരത്തെ വളരെ മനോഹരമാക്കി തീർക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉച്ചാരണത്തിന്റെ പല കാരണങ്ങൾ, ഉച്ചാരണ വൈകല്യത്തിനുണ്ടാകുന്ന കാരണങ്ങൾ ഒരു പക്ഷെ പിളർക്കപ്പെട്ട നാക്ക, അല്ലെങ്കിൽ പിളർക്കപ്പെട്ട ചുണ്ടുകളാകാം. ഇതുമല്ലെങ്കിൽ നമ്മളുടെ വായുടെ ഉള്ളിലെ മാംസബന്ധികളുടെ അല്ലെങ്കിൽ മസിൽസിന്റെ പവർ കുറവ്, അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറവ് ഇതിന് കാരണമാകാം. ഇതുമല്ലെങ്കിൽ വേറൊരു കാര്യം, നാഡികളെ ബാധിക്കുന്ന കാരണങ്ങളുണ്ട്. അതായത് തലച്ചോറിനെ ബാധിക്കുന്ന തളർവാദം, ഇതുമല്ലെങ്കിൽ നമ്മളുടെ മുമ്പേ പറഞ്ഞ പോലെ ഈ പേശികളുടെ ശക്തിയെ ബാധിക്കുന്ന ക്ഷതങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വരം പുറപ്പെടുവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ അവയവങ്ങൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ ഇതുപോലെ ഉച്ചാരണ വൈകല്യത്തിന് അല്ലെങ്കിൽ സംസാര വൈകല്യത്തിന് കാരണമായിട്ട് തീരാം. സംസാര വൈകല്യത്തെ നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ എന്താണ് ഉച്ചാരണക്രമരാഹിത്യം, അല്ലെ? നമ്മളൊരു കാര്യം ഉച്ചാരണം പറയുമ്പോൾ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അതിൻ്റെ ടൈമിൽ അതിൻ്റെതായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾ പറഞ്ഞു വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ ഉച്ചാരണക്രമരാഹിത്യങ്ങൾ ചിലർക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ അവർ വിട്ടുകളയുന്നു, ചില കാര്യങ്ങൾ പകരം വെക്കുന്നു, ചില വാക്കുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചേർത്ത് വെക്കുന്നു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മുടെ പിള്ളേരുടെ നമ്മൾ കാണുന്നത്, കാ കൂട്ടി പറയത്തില്ല, അവര് കാറെന്ന് പറയത്തില്ല, താറെന്നേ പറയത്തുള്ളൂ. കാക്ക എന്ന് പറയത്തില്ല, താക്ക എന്ന് പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു സ്പീച്ച്
സ്പീച്ച് പത്തോളജിസ്റ്റ്, സംസാരത്തെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള പല ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം കിട്ടിയ ആൾക്കാരോട് അവരുടെ അടുത്ത് പോകുമ്പോൾ അവർ പലവിധ പരിശീലന മുറകളിൽ കൂടെ ഈ നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഒരു പരിധി വരെ വീണ്ടെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പൊ ഈ മുഴുവനായിട്ടുള്ള ഈ സംസാര വൈകല്യത്തിനെ നമ്മൾ ഒരു കാര്യം പറയും, ഓറോഫേഷ്യൽ ക്ലഫ്റ്റ് എന്ന് പറയും. ഈ ഓറോഫേഷ്യൽ ക്ലഫ്റ്റിൽ പല കാര്യങ്ങളുണ്ട്. ഫേഷ്യൽ ഡെവലപ്മെന്റ്, മുഖത്തുള്ള പരിണാമ വികാസം. അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ 3 ആഴ്ച മുതൽ 3 മാസം വരെയുള്ള സമയത്ത് ഈ കുഞ്ഞിന്റെ മുഖം 2 വശത്തിൽ നിന്ന് ഇങ്ങനെ രൂപപ്പെട്ട് ഇതിനെ പൂർണ്ണ വളർച്ചയെത്തുന്നു. ഇങ്ങനെ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ചിലപ്പോൾ ചുണ്ട് കൂട്ടിച്ചേരത്തില്ല, അണ്ണാക്ക് കൂട്ടിച്ചേർന്ന്, അപ്പൊ പിളർക്കപ്പെട്ട ചുണ്ട്, പിളർക്കപ്പെട്ട അണ്ണാക്ക് എന്നുള്ള കാരണങ്ങളായിട്ട് തീരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കോസ് എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ശാരീരിക കാരണങ്ങളാകാം, തലച്ചോറിനെ ബാധിക്കുന്ന കാര്യങ്ങളാകാം. ഈ ശാരീരിക കാരണങ്ങൾ എന്ന് പറയുമ്പോഴും ഉണ്ടാകുന്ന ഈ പിളർക്കപ്പെട്ട ചുണ്ട്, പിളർക്കപ്പെട്ട അണ്ണാക്ക്, ഇതൊക്കെ ഇതിനെ കാണാം. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവൊക്കെ ഈ ഒരു ഉച്ചാരണ ക്രമരാഹിത്യത്തിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അമേരിക്കയിൽ ഒരു പഠിത്തം നടന്നു, നാഷണൽ ബർത്ത് ഡിഫെക്ട്സ് പ്രിവെൻഷൻ സ്റ്റഡി. അവിടെ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോഴുള്ള അമ്മയുടെ അമിതമായ പുകവലി, അല്ലെ അമ്മയ്ക്കുണ്ടാകുന്ന പ്രമേഹം, അല്ലെങ്കിൽ ചില മരുന്നുകൾ, ചുഴലിക്ക് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ്, ചില മരുന്നുകളൊക്കെ ഇതുപോലുള്ള ഫേഷ്യൽ ഫോർമേഷന്, മുഖ പരിണാമത്തിന് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നു. ഇന്ത്യയിൽ നമുക്കറിയാം 1.2 ബില്യൺ, 2ാമത്തെ ജനസംഖ്യാ സാന്ദ്രതയുള്ള രാജ്യമാണ്. അവിടെ 15 ലക്ഷം കുട്ടികളാണ് ഒരു വർഷം ജനിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ 15 ലക്ഷം കുട്ടികളിൽ 33,000, അതായത് 33,000 കുട്ടികൾക്ക് ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ പിളർക്കപ്പെട്ട ചുണ്ട്, പിളർക്കപ്പെട്ട അണ്ണാക്ക്, അല്ലെങ്കിൽ ഈ സന്ധികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ട് സംസാര വൈകല്യങ്ങൾ ഉണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനം. ഇനി നമ്മൾ നാഡീബന്ധമായിട്ട് കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഒരാളുടെ തലച്ചോറിനെ ബാധിക്കുന്ന തളർവാദം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തലച്ചോറിനെ ബാധിക്കുന്ന തളർവാദം എങ്ങനെയാണ്? ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ സംഭവിക്കാം, ജനന സമയത്ത് സംഭവിക്കാം. അതായത് ചിലപ്പം ഈ ജനിക്കുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അമ്മയുടെ പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അവർ ചില ബലം പ്രയോഗിക്കും. ഈ ബലപ്രയോഗം മസ്തിഷ്ക തളർവാദത്തിലേക്ക് നയിക്കാം. അതല്ലെങ്കിൽ അതിനുശേഷം കൊച്ചു താഴെ പോയി, കളിച്ചുകൊണ്ടിരുന്നു വീണു, തൊട്ടിൽ നിന്ന് താഴെ പോയി, അമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണു. ഇതൊക്കെ ഈ തലച്ചോറിന്റെ ക്ഷതത്തിന് കാരണമാണ്. അതൊക്കെ വാക്കുകളെ രൂപപ്പെടുത്തുന്ന സംസാരത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ഇതൊക്കെ ഒരാളുടെ സംസാര വൈകല്യത്തിനൊക്കെ പ്രശ്നങ്ങളായിട്ട് തീരാം. മറ്റൊരു കാര്യം അപ്പറാക്സിയ എന്ന് പറയും. അത് ശബ്ദങ്ങളുടെ ഉൽപാദനത്തിന് ഒരു വ്യക്തിക്കുണ്ട്.